ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ സീസൺ 1 എപ്പിസോഡ് 3. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ കുറച്ച് അടിപൊളിയായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ അതേപോലെ തന്നെ ഭയങ്കര സാഡായിട്ടും എനിക്ക് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഗെയിമാണ്. ഈ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് നെക്കിയുള്ള പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, ഇന്നത്തെ ബിഗ് ബോസിന്റെ റിവ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ ആദ്യമേ റിനീഷ വരുന്നു, അതിന് ജഡ്ജസ് വരുന്നു, പിന്നെ അവർ തമ്മിലുള്ള എന്തൊക്കെ ചെറിയ കോമഡീസ്. എന്നിട്ട് എന്താ, ഇവരെ 4 ടീമായിട്ട് സെലക്ട് ചെയ്യണം. 4 ടീമായിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവരെ ഒരു ടൈമറിന്, അതായത് 60 സെക്കൻഡ് അടുത്തായിട്ട് വരണം ഇവർ നെക്കി. എന്നിട്ട് കറക്റ്റായിട്ട് അങ്ങനെ 4 ടീമും അങ്ങനെ കറക്റ്റായിട്ട് വരണം. ഇതാണ് ആദ്യത്തെ ഗെയിം. ഫസ്റ്റ് ആൾക്കാർ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. സെക്കൻഡ് ആൾക്കാർ പൊട്ടത്തരം കാണിച്ചല്ലേ. സെക്കൻഡ് ആൾക്കാർക്ക് ബസർ എന്തോ കംപ്ലൈന്റ് പോലെ. അത് ബിഗ് ബോസിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ നെക്കിയിട്ട് സാധനം ഓഫ് ആവുന്നില്ല. അങ്ങനെ അതുകൊണ്ട് അവിടെ മിസ്റ്റേക്ക് എന്തോ ആയിട്ടുണ്ട്. ബസറിന് എന്തോ കുഴപ്പമില്ല. കാരണം 4ാമത്തെ ടീമായാലും എന്തൊക്കെയോ, 4ാമത്തെ അല്ല വേറെ എന്തോ ടീമിനും കൂടെ എന്തോ അതിൽ ഒരാൾ നിൽക്കിയ സമയത്ത് സാധനം ഓഫായി. പിന്നെ എന്താ, അതില് 3ാമത്തെ ടീം, അതായത് അതിലൊരു ജിമ്മനുണ്ട്, ജിനുന്നോ അങ്ങനെ എന്തോ പേരുള്ള, ജിനു അങ്ങനെന്തോ പുള്ളിക്കാരൻ. ആ ഒരു ടീമാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് തീരുമാനം എടുക്കേണ്ടതിന് പകരം ഒരാൾ, അതിലെ ക്യാപ്റ്റൻ മാത്രം ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയി. അത് കാരണം ആ ടീം ഭയങ്കര മോശമായിട്ടുള്ള, മാത്രമല്ല ക്യാപ്റ്റന്റെ കൂടെ കുറച്ച് പേരും കൂടെ ഒരു ഗ്യാങ്, അവര് ഗ്യാങ് ആയിട്ട് തീരുമാനം എടുത്ത് അത് ഗ്രൂപ്പിസം ഭയങ്കരമായിട്ട് വന്നു. എക്സാക്ട്ലി ഗ്രൂപ്പിസം വന്നു. പക്ഷെ അവസാനം രാകേഷ് ഒക്കെ ഉള്ള ടീം, രാകേഷ് അല്ല, അതിന്റെ ഒരു ക്യാപ്റ്റൻ ആരായിരുന്നു, ലോലിറ്റ. എനിക്ക് ഏറ്റവും ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു 2 പേരാണ് ലോലിറ്റയും രാകേഷും. നല്ല പ്രത്യേകമാണ്. 18 വയസ്സല്ലേ, 19 വയസ്സാണ്. പക്ഷെ പുള്ളിക്കാരി അടിപൊളിയാണ്. എനിക്ക് പിന്നെ ഒരു പോസിറ്റീവായിട്ട് പെട്ടെന്ന് തോന്നിയത് രാകേഷാണ്. ഭയങ്കര ഒരു മറ്റേ കൊച്ചിക്കാരുടെ സ്ലാങ് ഒക്കെ വന്നിട്ട് എന്ത് പറഞ്ഞാലും പുള്ളിക്കാരൻ ഒരു ഡോണ്ട് കെയർ ആയിട്ട്, അത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇപ്പൊ ഇതുവരെ ഇഷ്ടപ്പെട്ടത് രാകേഷിനെയാണ്. അങ്ങനെ അവരുടെ ടീമാണ് ജയിച്ചത്, രാകേഷിന്റെ ടീം ജയിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് പൂജ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പൂജമാരാണ് ഇപ്പൊ അതിനകത്ത് ഉള്ളത്. അതായത് ഫസ്റ്റ് അഗ്നിപരീക്ഷയിൽ ഒരു പൂജ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. അതായത് പുള്ളിക്കാരുടെ ആ ഒരു വേ ഓഫ് ടോക്കിങ്ങും ബിഹേവിയറും, പിന്നെ അതിയായ ആഗ്രഹം, അത് പിടിച്ചെടുക്കണം, ജയിക്കണം എന്നുള്ളൊക്കെ ആ സംഭവം അറിയില്ലേ, അതില് പുള്ളിക്കാരി ശ്രദ്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് വേറൊരു പൂജ വന്നു, തോറ്റുപോയ പൂജ വന്നു പുള്ളിക്കാരിക്ക്. പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു ആരെയോ റെസ്പെക്ട് ഇല്ല, അഗ്രസീവ്. അതായത് ഈവൻ രാകേഷ് എങ്ങാണ്ടത് കളിക്കുന്ന സമയത്ത് ഇറങ്ങി പോടേന്നോ അങ്ങനെ എന്തോ വിളിച്ചു. അത് പക്ഷെ അഖിൽമാര കറക്റ്റ് നോട്ട് ചെയ്ത് പറഞ്ഞത് അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല കാര്യമായിരുന്നു. കറക്റ്റ് അഖിൽമാര് നോട്ട് ചെയ്ത് പറയുകയും ജഡ്ജായിട്ട് അടിപൊളിയാണ്. കാരണം ഞാൻ വിചാരിച്ച് പുറമേ ഉള്ള ഈ ട്രോളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എങ്ങനെയാണ് ഉള്ളില് വന്ന് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി ചെയ്യുന്ന പരിപാടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യും. കാരണം ഞാൻ അങ്ങനെ പ്രൊഫഷണലിസം അവൻ ഇലക്ഷനിൽ കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ കാണിച്ചിരുന്നെങ്കിൽ, പുള്ളി അതിലും പ്രൊഫഷണലും ലിറ്ററലി കാണിച്ചായിരുന്നു. പുള്ളിയുടെ ജയിക്കാനുള്ള പരിപാടിയുടെ ജയിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലും അത്ര ട്രോളൊക്കെ ഉണ്ടായാലും പുള്ളി നമുക്ക് റെസ്പെക്ട് ചെയ്യുന്ന സംഭവത്തിലേക്ക് പുള്ളി എത്തിക്കുന്നുണ്ട്. പുള്ളി അടിപൊളിയാണ് അതില്. ഇവരെ എല്ലാവരും ജയിച്ചു. അത് കഴിഞ്ഞിട്ട് തോറ്റു, ലൈക്ക് ഒരു ടീം തോറ്റു. അതായത് അവരാണെങ്കിൽ ഒരു ജിമ്മൻ ഉള്ള ടീം, എനിക്ക് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ആ ടീം തോറ്റു. അപ്പം ഈ ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ളവർക്ക്, അതായത് ഇൻഫിനിറ്റി പെൻഡന്റ് ഉള്ളവർക്ക് ഒരാളെ എലിമിനേഷനിലേക്ക് ഇടാം, ഈ ഗ്രൂപ്പിലേക്ക് ഇടാം. അങ്ങനെ ഇവരൊരു അഫ്നിയാസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ പൂജയാണ് ഇവരെല്ലാം സെലക്ട് ചെയ്തത് കേട്ടോ. കുറച്ച് ആൾക്കാർ പൂജ സെലക്ട് ചെയ്തു, കാരണം പുള്ളിക്കാർ റെസ്പെക്ട് ഇല്ല അങ്ങനെ എങ്ങനെയാണ്. ആക്ച്വലി ഞാനും വിചാരിച്ചാലേക്ക് എനിക്കും പൂജ പോയാൽ മതിയായിരുന്നു എന്നായിരുന്നു. ബിക്കോസ് അഫ്നിയാസ് എന്തായാലും ഞാൻ ഡിസ്റെസ്പെക്ട് കാണിക്കാനൊന്നും ചെയ്തിട്ടില്ല. ബട്ട് അവൾ തുടക്കം തൊട്ട് ഭയങ്കര ഡിസ്റെസ്പെക്ട്. ആദ്യമേ ഇവരെ വിടാനാ നോക്കിയത് പൂജ. കാരണം പൂജയാണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് അവിടെ ഇഷ്ടമല്ലെന്നാ തോന്നുന്നു. കാരണം പുള്ളിക്കാരെ ആ ഒരു എടുത്തു ചാടിയുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം കാരണം ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നെ അഫ്നിയാസിനെ വിட പിന്നെ എൻ്റെ അതൊരു ടോക്ക് ഉണ്ടായിരുന്നു. ഇവര് കണ്ടസ്റ്റൻസ് തമ്മിൽ ഇൻഫിനിറ്റി പെനന്റ് വെച്ചിട്ടുള്ള ഒരു പരസ്പരം പറയുന്നുണ്ടായിരുന്നു, പ്ലേയേഴ്സിനെ അല്ല വിടേണ്ടത്, കളിക്കാത്ത ആൾക്കാരെ വിടണ്ടെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ഏകപക്ഷീയമായിട്ട് എന്നല്ല, മെജോറിറ്റി എന്ന് പറഞ്ഞ് മെജോറിറ്റി വന്നില്ല, അവിടെ 2 പേര്. അതല്ല, അത് രഞ്ജിനിയാണെങ്കിൽ ഇതായി ഒന്ന് ചൂടായി. പക്ഷെ അതൊക്കെ കൊള്ളാം കേട്ടോ. അപ്പം
അതായത് അല്ല അവിടെ ഒരു കാര്യം പറഞ്ഞു മെജോറിറ്റി സെലക്ട് ചെയ്യണം എന്നിട്ട് ആരും കയ്യും പൊക്കിയില്ല. അപ്പം അത് കാരണം പുള്ളിക്കാരി വെച്ച് ചൂടായി. എനിക്ക് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഈ രഞ്ജിനി ഹാരിദാസ് ആണെങ്കിൽ ഭയങ്കര ഓവറാണെന്നൊക്കെ. പക്ഷെ ആക്ച്വലി കൊള്ളാം, പുള്ളിക്ക് കൊടുക്കുന്ന അറിയാം ആൾക്ക് അടിപൊളി ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരിക്ക് കൊടുത്ത വർക്ക് റെസ്പെക്ട്. നമ്മളൊരു കാര്യം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഓൺ ദി സ്പോട്ട് ചോദിക്കണം, അതല്ലെങ്കിൽ ഓരോന്ന് കഴിഞ്ഞിട്ടല്ല എന്താ പറഞ്ഞത് ചോദിക്കണം. അതെ അതെ. അങ്ങനെ ഇവരാണെങ്കിൽ പിന്നെ അഫ്നിയാസ് എന്ന് പറയുന്ന ഒരു തട്ട വിട്ടൊരു പുള്ളിക്കാരിയാണെങ്കിൽ ഇവര് എല്ലാവരും സെലക്ട് ചെയ്യണം. അത് പോരാത്തതിന് ഈ കറക്റ്റ് മെജോറിറ്റി സെലക്ട് ചെയ്യാത്തത് കൊണ്ട്, അതായത് മറ്റേ ലോലിറ്റ ചോദിക്കുകയാണ് വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ, എല്ലാം കഴിഞ്ഞിട്ട് വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ. അപ്പം രഞ്ജിനി ഇതേപോലെ ചൂടായി, രഞ്ജിനി ചൂടായി ഇതേപോലെ മെജോറിറ്റി അല്ലേ പറഞ്ഞത് മറ്റേതല്ലേ. പുള്ളിക്കാരി ഇൻഫിനിറ്റി പെൻഡന്റ് എടുത്ത് കളഞ്ഞു, എല്ലാവരോടും മാറ്റാൻ പറഞ്ഞു. ആക്ച്വലി അപ്പൊ ഇവരായിരിക്കും ഫുൾ കൺട്രോൾ ലൈക്ക് ഓക്കെ ആണ്. പക്ഷെ അവർ ഇത്രയും പ്രയത്നിച്ച് നേടിയെടുത്ത ഒരു സംഭവം ശരി, ഇത്രയും അത് ഇവർക്ക് എന്ത് പ്ലാൻ ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു ദിവസം ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ പോകാം എന്നൊക്കെ വല്ല പ്ലാനിങ് ഉണ്ടായിരിക്കും. അവിടെ അണിയൊക്കെ പോയി എല്ലാം തകർത്ത് ചിലപ്പോ പണി എത്ര കാശുണ്ടാവും അതൊക്കെ വെറുതെ പോയി. അല്ല, എനിക്ക് തോന്നുന്നത് നാളെ അത് കൊടുക്കൂടി, തിരിച്ചു കൊടുക്കും. കാരണം ബിഗ് ബോസിന്റെ മെയിൻ പ്ലാൻ അതായിരിക്കും. ബിഗ് ബോസ് ഞെട്ടി അങ്ങനെയല്ല, നാളെ ആണെങ്കിൽ ഇത് കൊടുക്കൂടി, അങ്ങനെ ആയിരിക്കും സംഭവം. നാളെ കൊടുക്കായിരിക്കും എന്തോ ഇതല്ലേ മെയിൻ സാധനം. അങ്ങനെ ഇവരുടെ പെൻഡന്റ് എല്ലാം തിരിച്ചു മേടിച്ചു. എന്തുവാ ഇവര്, അതായത് ആരാണോ അങ്ങനെ അഫ്നിയാസിനെ ഇവരെല്ലാം കൂടെ സെലക്ട് ചെയ്യുവാണ്. അത് പൂജ ഇപ്പൊ സേഫായി. അഫ്നിയാസ് ആണെങ്കിൽ നേരെ ഒരു എലിമിനേഷൻ റൗണ്ടിലേക്ക് എത്തി. അങ്ങനെ എത്തി. പക്ഷെ എലിമിനേഷൻ റൗണ്ട് ഭയങ്കര സങ്കടമായിരുന്നില്ലേ? അതിന് ആരാ ഔട്ടായത്? ലൈക്ക് ലാസ്റ്റ് ലൈക്ക് ഇവർ 4 ടീം കളിച്ചല്ലോ. ആ ടീമിൽ ഏറ്റവും കുറവ് സ്കോർ ചെയ്ത ടീമിൽ നിന്നായിരുന്നു 4 പേരെ സെലക്ട് ചെയ്യണ ഇവര്. അങ്ങനെ സെലക്ട് ചെയ്തു. അങ്ങനെ അവസാനം സെലക്ട് ചെയ്തു, അവർ നിർത്തിക്കൊണ്ട്. പക്ഷെ അതിൽ ക്യാപ്റ്റൻ സേവ് ആയി. ഇതൊക്കെ ഒപ്പിച്ച അതിൽ ഒപ്പിച്ച വെച്ച ആള് സേവ് ആയി. പക്ഷെ എന്താ ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യമേ ബിജു മേക്കപ്പ് അടിച്ചു. എന്റെ ദൈവമേ, പുള്ളി പറയണ്ട പോയി ഭയങ്കര സങ്കടം. പറയണ്ടു പോയപ്പോഴോ പറയുന്ന കേട്ടപ്പോ അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം പുള്ളിക്കാരനാണെങ്കിൽ ആ പറയുന്ന രീതി ഉണ്ട്. എനിക്ക് 2 മക്കളാണ്, ഇവരാണ് അപ്ലൈ ചെയ്തത്, അതേപോലെ ഭാര്യ, എല്ലാരും പറ്റി പറയാൻ ഭയങ്കര ടച്ചിങ്. എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന ജഡ്ജസിന് അവര് ടീച്ചേഴ്സിന് എന്തോ കാണിക്കണം, അത് ഭയങ്കര സങ്കടമായി. പക്ഷെ എനിക്ക് മാത്രമല്ല, അവിടെ ഇരുന്ന് അഖിൽമാരാർക്കും അതേപോലെ റിയാസിനും സങ്കടമായെന്ന് തോന്നുന്നു. കാരണം അവരുടെ ഫേസൊക്കെ ഒരുമാതിരി അല്ലെങ്കിൽ പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. ആ ടോണും പാട്ടും എല്ലാം കൂടെ കേട്ടോ. പുള്ളി ഒരുപാട് ആഗ്രഹിച്ചാണ്. പാട്ട് അവിടെ കേൾക്കില്ല, നമുക്ക് മാത്രമേ പാട്ട് കേൾക്കുള്ളൂ. ആയിക്കോട്ടെ, നമുക്ക് ഫീൽ ചെയ്തില്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ ആരാ ഔട്ടായത്? പിന്നെ ഔട്ടായത് ആരായിരുന്നു? കരയണ ഭയങ്കര മറ്റേ 19 പുള്ളിക്കാരി ഔട്ടായി. പിന്നെ അടുത്തതായിട്ട് ഔട്ടാക്കിയത് ആരതിയാണ്. എല്ലാവരും ആക്ച്വലി പേരൊന്നും ഇപ്പോഴും പഠിച്ചിട്ടില്ല, ഞാൻ ആ ഫ്ലോയിൽ ഇങ്ങനെ കണ്ടുപോവാണ്. പിന്നെ അടുത്തത് ഔട്ടായത് ആരതിയ ഔട്ടായി. അതും ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ജഡ്ജ്മെന്റിലും ഫെയർ ആയിട്ട് തോന്നില്ല. കാരണം 3 ദിവസം കൊണ്ട് ഇല്ല, ലൈക്ക് ഈ 3 ദിവസം കൊണ്ടായാലും അവരെക്കാളും ഇംപ്രഷൻ നേടിയെടുക്കാൻ മറ്റുള്ളവർക്ക് പറ്റി. അങ്ങനല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ. നീ നമുക്ക് അവിടെ നിൽക്കണേല് ഓരോ സെക്കൻഡും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 3 ദിവസം ഒന്നും ഇല്ല. അപ്പൊ ഓരോ സെക്കൻഡ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനല്ല എന്റെ ഒരു അഭിപ്രായത്തില്. ഇപ്പം ഞാൻ വിചാരിച്ചത് ഇവരെ എങ്ങനെ ഔട്ടാക്കും എന്ന് വിചാരിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ടാസ്ക് കൊടുക്കും, അതിൽ തൂക്കുന്നവര് വെളിയിൽ പോവും. അങ്ങനെയായിരുന്നു. നമുക്ക് ടാസ്കിൽ ജയിക്കുന്നത് മാത്രമല്ലല്ലോ ഞാൻ പറയുന്ന ഫുള്ളൊന്ന് കേൾക്ക്. അതായത് ഒരു ടാസ്ക് തരും, അതിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് പക്ഷെ ഒരു 5 പേരെ നോക്കിയിരിക്കുവാണ്. അവർക്ക് അങ്ങോട്ട് പിടിക്കാത്ത ആൾക്കാർ 3 ദിവസം കൊണ്ട് എല്ലാം നമ്മുടെ കഴിവ്, നമ്മുടെ സ്കില്ലെല്ലാം കൂടെ എങ്ങനെ എടുത്തിരുന്നത്. നമ്മൾ ഒരു അവസരം കേട്ടി ഒരു പ്ലാറ്റ്ഫോമിൽ കയറാൻ, നമ്മളത് കേറിയിട്ട് നമുക്ക് അതിലുള്ള ഓരോ സെക്കൻഡും ഇമ്പോർട്ടന്റ് ആ. ലൈക്ക് ആ ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? അതില് അവരെ സേഫായ എത്ര പേരുണ്ട്? ആ സേഫായ ആൾക്കാർക്ക് അതിനേക്കാളും മികച്ച പ്രകടനം ഈ 3 ദിവസങ്ങളിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതല്ല, അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചോണ്ട് പ്രശ്നമില്ല. പക്ഷെ ഈ 3 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്ര ആൾക്കാരെ ഈ ജഡ്ജസ്, അതായത് ഇവരെ വർക്ക് ചെയ്തിട്ട് ഇവരുടെ പാട്ടിന് പോകുന്നു, എന്നിട്ട് ഇവര് എങ്ങനെ അത്ര സമയം കൊണ്ട് അത്ര ആൾക്കാരെ കാണും? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്കിത് ഉറപ്പാണ്, ഇൻട്രോവേർട്സിന് പറ്റിയതല്ല ഈ ഷോ.
അത് ഓഫ് കോഴ്സ് അത് ഇൻട്രോവേർട്സിന് എങ്ങനെയാണ് ബിഗ് ബോസിൽ പോയിരിക്കാം. അല്ല എന്നാലും എല്ലാവർക്കും ഈക്വാലിറ്റി സംഭവമില്ല. കാരണം നമുക്കൊരു ഷോയില് വേണ്ട മിനിമം റൂൾസ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഇൻട്രോവേർട്സിന് അവിടെ പോയിരിക്കാൻ പറ്റും? എന്തോ റൂൾസ്? അപ്പം എന്തോ എക്സ്ട്രോവേർട്സിന് മാത്രം പറ്റിയതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്സിന് പറ്റിയ ഓരോ ഗെയിമിനും ഓരോ റൂൾസ് ഉണ്ട്. നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കാൻ അറിയാത്തവരെ പിടിച്ച് ഫുട്ബോൾ കളിക്കാൻ നിർത്തിയ അറിയോ? ഇത് അതുപോലെയാണ് ഇൻട്രോവേർട്സിനെ പിടിച്ച് ബിഗ് ബോസ് നിർത്തി ഓഫ് കോഴ്സ് അവർ ഇല്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ഒരു ചാൻസ് ഒക്കെ വേണം. അല്ലാണ്ട് ഇതിന്റെ അകത്ത് അത്യാവശ്യം എന്തോ ശബ്ദം ഉയർത്തി എല്ലാതും കീ പറഞ്ഞു നമ്മൾ കാണുമ്പോൾ എന്റർടൈൻമെന്റ് വേണം. അങ്ങനെ നമുക്ക് എന്റർടൈനിങ് ആണെന്ന് തോന്നുന്ന ആൾക്കാരെ അവിടെ വെക്കത്തുള്ളൂ. ഇത് ഇൻട്രോവേർട്സ് അവിടെ ഇരുന്നിട്ട് വായും മിണ്ടാണ്ടിരുന്ന് ബിഗ് ബോസിൽ ഇരുന്ന് അവർക്ക് എന്ത് എന്റർടൈൻമെന്റ് കാഴ്ചവെക്കാൻ പറ്റുന്നു? ഇൻട്രോവേർട്സിനെതിരെ പറഞ്ഞ ഇടിക്കും ഞാൻ. ബിക്കോസ് അവൻ ഇൻട്രോവേർട്ട് ആണ്, നമ്മളൊക്കെ ഇൻട്രോവേർട്ടാണ്. അപ്പൊ അല്ല, അവിടെ മിണ്ടാതിരിക്കും. അവര് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ചിലപ്പം സംസാരിക്കും. ഒരു മുൻനിരയിലേക്ക് ഗെയിം ഷോ ആണ്. കംഫർട്ടബിലിറ്റി കാണിക്കാൻ നമ്മുടെ വീടല്ല. ഈ ഗെയിം ഷോയിൽ അതിന്റെ പാട്ടിന്റെ അതിന്റെ പാട്ടിന്റെ ബിഹേവിയർ ഞാൻ ആരെപ്പോഴല്ല സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയത് സംസാരിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ അതായത് ശബ്ദം ഉയർത്തി മുന്നോട്ട് നിൽക്കുന്നവര് ജയിക്കും. അല്ല ജയിച്ച് അവിടെ നിൽക്കും. അല്ലാത്തവര് അതെനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു അവസരം കൊടുത്ത്, അതായത് അവർക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റി എല്ലാം എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. അല്ലാതെ എനിക്ക് അത്ര തോന്നി. കാരണം ഞാൻ നീ ഇത് തന്നെ കുറെ നേരം മതി, മനസ്സിലായല്ലോ. ഇതുവരെ കുറെ നേരം കൊണ്ട് പറഞ്ഞു പേര് എനിക്ക് ഫെയറായിട്ട് തോന്നിയില്ല. നിന്റെ ഫെയറായിട്ട് തോന്നി. ഓക്കെ ഫൈൻ, ഇത്രയല്ലേ ഉള്ളൂ. ഇനി അടുത്തത് വേറെ എന്തായിരുന്നു പറയാൻ വേണ്ടി വന്നത്? അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഔട്ടായത് നിതിൻ പറഞ്ഞ എനിക്ക് ഫെയർ ആയിട്ടൊന്നും തോന്നിയില്ല സംഭവം. പക്ഷെ നിതിൻ ഔട്ടായപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം പക്ഷെ പുള്ളിക്കാരൻ അത്രയും കഴിവുള്ള ആളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിമിക്രി കാണിച്ചു ഭയങ്കര അടിപൊളിയായിട്ട്. അതും പെട്ടെന്ന് പുള്ളിയുടെ മുഖ ഷേപ്പൊക്കെ മാറി കാണിച്ചപ്പോൾ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത ഔട്ടായിരുന്ന റാഷി, അതായത് അഫ്നിയാസും പിന്നെ റാഷി ഔട്ടായല്ലോ. റാഷി ഔട്ടായ എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരി അവസാനം ചോദിക്കുന്ന ഒരു സംഭവം, ഇപ്പൊ ഞാൻ ഔട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെയും ബിഗ് ബോസിൽ അപ്ലൈ ചെയ്ത് കയറാൻ പറ്റുമോ എന്ന് ഞാൻ ആക്ച്വലി മനസ്സിൽ വിചാരിച്ച ചോദ്യം. ബിജു ഔട്ടായപ്പോളെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഈ പുള്ളി ഇങ്ങനെ പോയി കഴിഞ്ഞാലും, കാരണം അത്രയും സങ്കടമായി, ഈ പുള്ളിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാലും നാളെ ബിഗ് ബോസിലേക്ക് തിരിച്ച് വരാൻ കഴിയുമോ എന്നൊരു സംഭവം. അപ്പൊ ഞാൻ ചിന്തിച്ചു, ബിഗ് ബോസിലല്ലല്ലോ വേറെ ആക്ടിവിറ്റീസിലൂടെയല്ലേ ഔട്ടായത്. പക്ഷെ ആ ചോദ്യം റാഷി ചോദിച്ചു. പക്ഷെ ആ റാഷി അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് ഇനിയാണെങ്കിൽ ഇതിൽ ഔട്ടായാലും കയറി വരാൻ പറ്റുമോ എന്ന സംഭവം, അത് എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത് ഗെയിമില്ലേ അങ്ങനെ. പിന്നെ അത് റാഷി ഔട്ടാക്കിയത് അഖിൽമാരാറാണ്. എനിക്ക് ഓർമ്മയില്ല. മസിലുള്ള ആളൊന്നും അല്ല മസിലാണ്. അപ്പം ഇതേപോലെ അഖിൽമാരാറ് ചോദിച്ചെന്തുവാ, ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്? ഇപ്പൊ ഔട്ടായി പോയി കഴിഞ്ഞാൽ ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്? ഇതേപോലെ ക്യാപ്റ്റനെ എന്നാ പിന്നെ ബ്ലെയിം ചെയ്തത് കണ്ടിച്ചോറില്ല കേട്ടോ. ഞാൻ പറയും ആള് എടുത്തടിച്ച് പോലെ പറയും, എന്നാ പിന്നെ ആളെ ബ്ലെയിം ചെയ്തു. പക്ഷെ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ വേണ്ട, പോയി ഇരുന്നോളാം പറയുന്നത്. നോക്കി പറയാം എന്നാ പിന്നെ ബ്ലെയിം ചെയ്തു നിങ്ങൾ ഔട്ടാന്ന്. എനിക്ക് അത് വല്ലാത്തൊരു ഇതായി പോയി. പക്ഷെ ആൾക്ക് ആ ക്യാപ്റ്റനോട് ഒരു വെറുപ്പ് അത് ചിലപ്പോ കാണുമായിരിക്കും. കാരണം പിന്നെ ജഡ്ജസ് പറഞ്ഞു ഇപ്പൊ ഈ ഒരു ടീമിന്റെ ബേസിസിലോ ഒന്നുമല്ല നമ്മൾ ഈ 3 ദിവസത്തേക്കും കൂടെ. എനിക്ക് അതൊന്നും അല്ല തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ടീമുണ്ടല്ലോ, അവസാനം തോറ്റ ടീമുണ്ടല്ലോ, ആ ടീമിന്റെ ഹോൾ ലൈക്ക് അത്രയും കണ്ടസ്റ്റൻസിന്റെ ഫുള്ള് സംഭവം ബിഗ് ബോസിന്റെ വേറെ ടീം പോലെ ഉണ്ടായിരിക്കും. അവരിങ്ങനെ ഇരുന്ന് സെലക്ട് ചെയ്ത് നോക്കി ഇവര് നിന്നാൽ ചിലപ്പോൾ ഇവർക്ക് TRP കിട്ടും, അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഭയങ്കര സങ്കടമായിരുന്നു. റാഷി അങ്ങനെ പോയി. അത് മേ ബി അടുത്ത വട്ടം പുള്ളിക്കാരി കാണുമായിരിക്കും. അപ്പൊ എന്നിട്ട് അഖിൽമാര് പറയുന്നുണ്ട് ഇത് അവസാനമല്ല, മൂവീസ് ട്രൈ ചെയ്യാം, ബിഗ് ബോസ് ഡയറക്റ്റ് ആയിട്ട് കയറാം. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അഗ്നിപരീക്ഷയിൽ തോറ്റാലും സീനില്ല. ആക്ച്വലി വേറൊരു സംഭവം പറയുന്നുണ്ട്. അതായത് നിനക്കറിയാവുന്ന എനിക്കറിഞ്ഞൂടെ, ഇവള് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് കാണുന്നത് കേട്ടോ, ബിഗ് ബോസ് കാണാൻ പോകുന്നതും. അപ്പൊ ബിഗ് ബോസ് സംഭവം പറയുന്നുണ്ട്, അതായത് എന്താ ബിഗ് ബോസിൽ ഒരു വട്ടം നീ കയറി ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കയറാൻ കഴിയില്ല, ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കയറാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പൊ ഇവൾക്ക് ഇനി മറ്റേ ഡയറക്ടർ പറ്റില്ല അല്ലേ? അതെങ്ങനെയാണ് ഇവളെ ഔട്ടായില്ലേ? ഇല്ല, അഗ്നിപരീക്ഷയിലല്ലേ ഔട്ടായത്, ബിഗ് ബോസിൽ ഔട്ടായിട്ടില്ലല്ലോ. എടാ ബിഗ് ബോസിലാണ് കാരണം അഗ്നിപരീക്ഷ ഇവള് പാസ്സാവണ്ടേ?
എടാ ഉവേ എല്ലാത്തിലും കഴിഞ്ഞ വട്ടം അഗ്നിപരീക്ഷ ഇല്ലായിരുന്നു, ഈ വട്ടം ഈ വട്ടമാണ് പുതുതായിട്ട് ഈ സംഭവം വന്നത്. അപ്പൊ ഈ സംഭവം അപ്പം കഴിഞ്ഞ മാസത്തെ കോമണേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്തിരുന്നത്? കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ കഴിഞ്ഞ വട്ടം ബിഗ് ബോസിൽ ആൾക്കാരെല്ലാം കൂടെ എന്താ മൈജിയിലോ അങ്ങനെ എന്തോ പോയിട്ട് ഇങ്ങനെ പറയും ഇതേപോലെ എനിക്ക് കയറാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ബയോഡാറ്റ എന്തോ അയച്ചു കൊടുക്കും. ഓഡീഷൻ ചെയ്ത് അധികം ഒരാളെ കയറ്റും, അങ്ങനെ ആയിരുന്നു. ഇപ്രാവശ്യമാണ് അഗ്നിപരീക്ഷ വന്നത്. അപ്പം അതായത് വേണമെങ്കിൽ എന്തെങ്കിലും അല്ലാതെ കയറാൻ പറ്റുമെന്നാണ് അഗ്നിമാർ പറയുന്നത്. അപ്പം കുഴപ്പമില്ല, അഗ്നിപരീക്ഷ തോറ്റു കഴിഞ്ഞാലും കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിച്ചാൽ അങ്ങനെ ഇത്രയും പേരെ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഇനിയുള്ളത് ആകെ 36 പേരാണ്. ഇനിയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 36 പേര്. ഓർക്കം വരുമോ? സോ ഇനിയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 36 പേരാണ്. 36 പേരെ പെട്ടെന്ന് ഔട്ടാക്കി പടപെടാന്ന് ഔട്ടാക്കും. കാരണം ഈ അടുത്ത മാസം കണ്ടില്ലേ അടുത്ത ബിഗ് ബോസ് തുടങ്ങുന്നത്, അടുത്ത മാസം അടിപൊളി. അപ്പൊ പെട്ടെന്ന് ഔട്ടാക്കും. പക്ഷെ എനിക്ക് ഇതുവരെ നിനക്ക് ആരെയും ഇഷ്ടപ്പെട്ടെ? ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞു, എനിക്ക് ലോലിറ്റാണ് ഭയങ്കരമായിട്ട്. ലോലിറ്റ നല്ല പേര്. അതെ, പിന്നെ ഏതൊരു ചെക്കൻ ഉണ്ട്, അയ്യോ എന്റെ പേരെന്തായിരുന്നു, ലൈക്ക് ഫസ്റ്റ് ടീമില് ഈ ഓൾമോസ്റ്റ് ടൈ വന്നില്ല ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട്. ഫസ്റ്റ് ടീമല്ല, ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ഓൾമോസ്റ്റ് ഒരാൾക്ക് 4 ഒരാൾക്ക് 5 വോട്ടും കിട്ടിയില്ലേ? 4 വോട്ട് കിട്ടിയ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞേടാ. എനിക്ക് എന്തായാലും അത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് രാകേഷാണ്. രാകേഷ് ഓർമ്മയില്ലേ, ഒരു താടിക്കാരൻ. പക്ഷെ ഇതില് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിലെല്ലാവർക്കും നല്ല കഴിവുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല കഴിവുണ്ട്. പിന്നെ ഇതിൽ എല്ലാവർക്കും ഒരേപോലുള്ള കഴിവാണ് സംസാരിക്കാനുള്ള കഴിവ്. സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് സാമാന്യമില്ല. പക്ഷെ ഇതിൽ വേറെ സംഗതിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ചെവിന്നുള്ളിൽ വെച്ചോ, ഈ വട്ടത്തെ ബിഗ് ബോസ് വിന്നർ ഒരു അഗ്നിപരീക്ഷയിൽ അതെനിക്കും ആ ഒരു ഫീലിംഗ് ഉണ്ട്. ബിക്കോസ് പുതിയതായിട്ട് അഗ്നിപരീക്ഷ ലൈക്ക് ഇതുവരെ കോമണേഴ്സ് ജയിച്ചിട്ടില്ല എന്നല്ല നീ പറഞ്ഞു. കോമണേഴ്സ് ജയിച്ചിട്ടില്ലെന്നല്ല, റണ്ണറപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട്. റണ്ണറപ്പം ചെയ്യുക രണ്ടല്ലേ. പക്ഷെ അതിൽ ഞാൻ അങ്ങനെ പറയാൻ വേറൊരു കാരണമുണ്ട്. എന്താ പറയും, ഇപ്രാവശ്യം ഒരു അഗ്നിപരീക്ഷയിൽ വിന്നാവുന്ന ഒരാളാണ് ജയിക്കുന്നത് എന്ന് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ, നമ്മള് ഇപ്പൊ ഇവരെല്ലാം പുതിയ ആൾക്കാരാണ്, നമ്മളിവരെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇത് കാണുന്ന സമയത്ത് അവിടുത്തെ ഓരോ ആൾക്കാരുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആവുകയാണ്. മനസ്സിലായില്ലേ? ഓരോ ദിവസം ഇപ്പൊ തന്നെ എനിക്ക് രാകേഷ് നമ്മളിപ്പോ അടുത്ത മാസം പുതുതായിട്ട് ആൾക്കാരെ കൊണ്ടുവരണേക്കാൾ ഇവരായിട്ടായിരിക്കും നമുക്ക്. അതും അടുത്ത മാസമാണ് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ വേറെ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും എല്ലാം അതിനകത്ത് വരും. അതിനകത്ത് വരുന്ന സമയത്ത് അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ സംഭവം. കാരണം ഇവര് പെട്ടെന്നുണ്ടല്ലോ ഈ സെലിബ്രിറ്റീസിന് നടുക്ക് ഒരു കോമണേഴ്സിന് ഇടുമ്പോ നമുക്ക് അറിയുന്ന സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് അറ്റാച്ച്മെന്റ് വന്നു. പക്ഷെ നമ്മൾ കോമണേഴ്സിനെ നമുക്ക് അറിയില്ലല്ലോ, അപ്പൊ അവർക്ക് ജയിക്കാൻ ചാൻസ് ഉള്ളു. പക്ഷെ ഇവർക്ക് ഇങ്ങനെ സംഭവം കൊടുത്തതായിരിക്കും നല്ല ചാൻസ് കൂടുതലാണ്. കാരണം ഓൾറെഡി പ്രേക്ഷകർക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതില് നിൽക്കുന്നുണ്ടാവുന്ന അഗ്നിപരീക്ഷയില്. അവര് തന്നെ ബിഗ് ബോസിലേക്ക് കയറുന്നു. അപ്പോഴത്തേക്കും അപ്പൊ ഇവരുടെ ഒരു ലൈക്ക്നെസ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊങ്ങി നിൽക്കും. മറ്റേത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ കയറുന്ന സെലിബ്രിറ്റീസ് എല്ലാം എന്താ കുറച്ചും കൂടെ ലൈക്ക് ടൈം എടുക്കും പ്രേക്ഷകരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാനായിട്ട്. പക്ഷെ വേറെ സംഗതി ഉണ്ട്, PR ഉണ്ട്. PR ഉള്ളതുകൊണ്ട് ഈ കയറുന്ന അഗ്നിപരീക്ഷയ്ക്ക് കയറുന്ന ടീംസിന് നല്ല PR ഉണ്ടെങ്കിൽ കയറിപ്പോ. സോ ഇങ്ങനെയൊക്കെയാണ്. സോ നാളത്തെ റിവ്യൂ ആയിട്ട് നാളെ കാണാം ഗൈസ്. സോ നാളെ എനിക്കൊന്ന് എല്ലാ ദിവസവും ഓരോരുത്തരെ പതുക്കെ ഇങ്ങനെ 4 പേരെ എങ്ങനെ വെച്ചാൽ ഓക്കെ അങ്ങനെ. സോ ഇനി 36 മെമ്പേഴ്സും കൂടെ ഉള്ളു. സോ നമുക്ക് നാളെ കാണാം ഗൈസ്. സീ യു, ബൈ.